പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്റെ വചന ശുശ്രൂഷയെ സമ്മതിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാന്ത ശുശ്രൂഷയിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങളുടെ ചൊരിയാണ്. എത്രയോ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 1000ാമത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുകയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകാന്ത ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതെല്ലാം തുടങ്ങി ബഹുമാനപ്പെട്ട സേവകൻ വട്ടാരച്ചൻ അന്ന് മുതൽ പറയുന്നതാണ്. ഒന്ന്, ശനിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി അഭിഷേകാന്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. 2-മത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ ഓരോ പുതിയ തലമുറകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അഭിഷേകാന്തി പരിചയം ഉണ്ടാവില്ല. അപ്പം നമുക്ക് പരിചയമുള്ളവർ, പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, ഒരുമിച്ച് പഠിക്കുന്നവർ, അടുത്തുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ അയൽക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചോ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ്. ഇത് അഭിഷേകാന്തി നിങ്ങളുടെ ശുശ്രൂഷയുണ്ട്, ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞു അതനുസരിച്ച് ദൈവാനുഗ്രഹം, അങ്ങനെ എല്ലാം ചെയ്യുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈശോടത്തിന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹവാസം പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവാസം നമ്മുടെ ജീവിതത്തിലുണ്ട്. പരിശുദ്ധാത്മ എപ്പോഴും നമ്മുടെ സഹവസിക്കുന്നവനാണ്. ആശീർവാദത്തിൽ അങ്ങനെയാണല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും നമ്മൾ ആത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കണം, ആത്മാവിനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. സഹവാസത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുകയും നമുക്ക് കരങ്ങൾ തുറന്ന് പിടിക്കാം. കരങ്ങൾ തുറന്ന് പിടിച്ച് ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ സമയത്തും അങ്ങയെ ഓർത്ത് വിളിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഏതാവശ്യത്തിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും. അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന ഈ വിശ്വാസം, ആ വിളിച്ചപേക്ഷ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന, 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 ആരാധന. ഹല 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 പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാ
നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. ആവർത്തിച്ച പാടാവോ? പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. ആഗ്രഹത്തോടെ ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ക്ഷമാശീലം നൽകണമേ, ക്ഷമാശീലം നൽകണമേ, ദൈവഭക്തി നൽകണമേ, ദൈവഭക്തി നൽകണമേ, സഹനശക്തി നൽകണമേ, സഹനശക്തി നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. സഹനശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ, ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. സഹനശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ, ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. വചനശക്തിയാൽ എന്നെ നിറയ്ക്കും, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കും, ദൈവഭക്തിയിൽ എന്നെ വളർത്തു പരിശുദ്ധാത്മാവേ. ആഗ്രഹത്തോടെ വചനശക്തിയാൽ എന്നെ നിറയ്ക്കും, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കും, ദൈവഭക്തിയിൽ എന്നെ വളർത്തു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹിച്ച് ഓ പ്രിയ പരിശുദ്ധാത്മാവേ, വലിയ ഇഷ്ടത്തോടെ നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും കൂടിയാണ്. തത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, പിതാവിൽ നിന്ന് പുത്രപ്പെടുന്ന പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. ഹല 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 പരിശുദ്ധാത്മാവിനോട് കാത്തിരിക്കുവൻ, പരിശുദ്ധാത്മാവിനെ പാർത്തിരിക്കുവൻ. ഹല 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 ഹൃദയത്തിലേക്ക് വലിയ ശക്തി വരട്ടെ, ഹൃദയത്തിലേക്ക് വലിയ നിറവുണ്ടാകട്ടെ, വിഷാദം മാറുന്നു, വലിയ ആത്മസന്തോഷം കൊണ്ട് പരിശുദ്ധാത്മാവ് അനേക ഹൃദയങ്ങളെ നിറഞ്ഞത്. ഹല 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 സ്നേഹം, ആനന്ദം, ദയ, നന്മ, സൗമ്യത എല്ലാം പരിശുദ്ധാത്മാവ് ഇപ്പോൾ വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, വിവേകം, വിശുദ്ധി, വിശ്വസ്തത, ധീരത, ഓ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആവസിക്കണമേ. ഹല 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 ഓരോ ശുശ്രൂഷ കൃപകൾ നൽകട്ടെ, ഓരോ ശുശ്രൂഷ വരങ്ങൾ നൽകട്ടെ, ഓരോരുത്തർക്കും വേണ്ട കൃപകൾ ഇപ്പോൾ ലഭിക്കട്ടെ. പഠിക്കേണ്ടവർക്ക് പഠിക്കാനുള്ള കൃപ, ജോലി എന്നവർക്ക് അത് ചെയ്യാനുള്ള കൃപ, വചനപ്രഘോഷത്തിന് വചനപ്രഘോഷത്തിന് കൃപ. കർത്താവേ, ഓരോ ദൗത്യത്തിനും വേണ്ട കൃപാവരങ്ങൾ ഇപ്പം നിറയട്ടെ, അതിനുവേണ്ടി ജ്ഞാനം വിവേകം ഇപ്പം നിറയട്ടെ. ഹല 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 ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു, ഏക മനസ്സായി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധങ്ങളുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല 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 ആരാധന ആരാധന ആരാധന
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മാതൃക വേണം. ഹല്ലേലൂയ. Hallelujah. ഇന്നത്തെ സമൂഹത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ഈശോയെക്കുറിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ അടക്കം. എന്നാൽ സാക്ഷ്യത്തിൻ്റെ മാതൃകയുടെ ആൾക്കാർ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാനടക്കം ചിന്തിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 39-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 39. നമുക്ക് വായിച്ചാലോ? ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സമരിയാക്കാരി സ്ത്രീയുടെ പ്രത്യേകത നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ തൻ്റെ കണ്ണുകൊണ്ട്, തൻ്റെ ശരീരം കൊണ്ട് ഒരുപാട് പേരെ വലിച്ചടിപ്പിച്ച് പാപത്തിലേക്ക് വീഴിച്ച പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്. എന്നാൽ യേശുവിനെ കണ്ടു, ദൈവാനുഭവം ഉണ്ടായി. എന്നിട്ട് അവൾ ചെന്ന് അനേകം പേരോട് യേശുവിനെ കുറിച്ച് പറയുകയാണ്. അവളുടെ സാക്ഷ്യം മൂലം അനേകം പേർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ, അവൾ പറഞ്ഞ ആ വാക്കിൻ്റെ സാക്ഷ്യം മൂലം മാത്രമല്ല, അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു വ്യത്യാസം, അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു ജീവിത സാക്ഷ്യം, ആ ജീവിത സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അവൾ പറഞ്ഞ വചനം അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം യേശുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, സാക്ഷ്യപ്പെടുത്തുമ്പോൾ, നമ്മുടെ പ്രസംഗം മാത്രം പോരാ, നമ്മുടെ ജീവിതം വേണം, നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം വേണം. നമ്മൾ പ്രസംഗിക്കുന്നത് എന്താണെന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയിൽ നിന്ന് അനേകരെ കാണാൻ ഇടവരണം. അപ്പോൾ ഒരുപാട് പേർക്ക് നിലനിൽപ്പുണ്ടാവും, ഒരുപാട് ജീവിതങ്ങളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. ഈശോയുടെ ജീവിതത്തിൽ അത് വളരെ വ്യക്തമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 13 വേഴ്സ് 15. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ പ്രത്യേകത, യേശു പറഞ്ഞ ഓരോ വചനങ്ങളും യേശു തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ശിഷ്യന്മാരോട് വേണമെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണമെന്ന് പറഞ്ഞാൽ മതിയാമായിരുന്നു. എന്നാൽ യേശു അതല്ല ചെയ്തത്. ഈശോ പാദങ്ങൾ കഴുകണമെന്ന് പറയുകയും ചെയ്തു, അത് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഈശോ കുരിശിൽ അത് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ലേഖനത്തിലേക്ക്, അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വരാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാമത്തെ അധ്യായത്തിൽ അതിന് 35-ാം തിരുവചനം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 20 വേഴ്സ് 35. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. പൗലോസ്ലീഹായുടെ ലേഖന ഭാഗങ്ങളിലെല്ലാം ഇതുപോലത്തെയുള്ള പല സെൻറ്റൻസുകളും കാണും. ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് അതുകൊണ്ട് ഞാൻ ബലഹീനരെ സഹായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വലിയ മാതൃക കൊടുക്കുകയാണ്, ജീവിത സാക്ഷ്യം കൊടുക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാര്, ഈശോയുടെ വചനം കേട്ടവരെല്ലാം അങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദിക ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും, സമർപ്പണ ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും, കുടുംബജീവിതം നയിക്കുന്ന ആളാണെങ്കിലും, ഈ ഒരു സാക്ഷ്യ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ചാൾസ് ബൊറോമയെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ബിഷപ്പ് ഓഫ് മിലാൻ. അദ്ദേഹത്തിൻ്റെ ലോക്കൽ സിനഡിൽ എന്ന് പറഞ്ഞാൽ വൈദികരെല്ലാം കൂടിയിരിക്കുന്ന ഒരു സിനഡിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജനങ്ങൾ മനസ്സ് തിരിയണമെങ്കിൽ വൈദികർ മാതൃകാ ജീവിതം നയിക്കണം, ഞാൻ അടക്കം, സംശയമില്ല. അപ്പോൾ ദൈവജനത്തിൻ്റെ മനസ്സിൽ ഒരു തിരിവ്, ഒരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ
വൈദികർ മാതൃകാ ജീവിതം നയിക്കണം. ഓരോ സിസ്റ്ററും മാതൃകാ ജീവിതം നയിക്കണം. ഓരോ കുടുംബജീവിതം നയിക്കുന്നവർ മാതൃകാ ജീവിതം നയിക്കണം. അതിനകത്തൊരു വ്യത്യാസമില്ല, ആർക്കും ഒഴികഴിവില്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് സാക്ഷ്യജീവൻ എന്ന് പറയുന്നത്? ഉള്ളിലുള്ളത് പുറത്ത് കാണുന്നതാണ് സാക്ഷ്യം. ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് കാണുന്നതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസക്കേൽ പ്രവചനത്തിൽ 44-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം, വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരോഗതിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്, അല്ലെങ്കിൽ വചനപ്രഘോഷണത്തെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. അത് അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും എടുക്കാവുന്ന തിരുവചന ഭാഗമാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ളവർക്ക്, മാതാപിതാക്കളാണെങ്കിൽ മക്കൾക്ക് വിശുദ്ധവും വിശുദ്ധമല്ലാത്ത നമ്മൾ വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രം പോരാ, അത് എപ്രകാരമാണ് അതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതം വഴി കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷ്യ ജീവിതത്തിൻ്റെ അവസരങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. അതിന് നല്ല റിസൾട്ട് ഉണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 12-13 തിരുവചനങ്ങൾ, ഇവയ്ക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള ഒരവസരമായിരിക്കും. യേശുവിൻ്റെ 2-ാമത്തെ ആഗമനത്തോടനുബന്ധിച്ചുള്ള ഭൂകമ്പങ്ങളും കെടുതികളും പ്രശ്നങ്ങളും അതിനുശേഷമുള്ള ഉഗ്ര പീഡനം, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ പിടിക്കരുത്, വിഷമം വിചാരിക്കരുത്. അത് സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളൊരു അവസരമായിരിക്കും. അങ്ങനെ സ്വന്തം ജീവിതത്തിൽ വചനത്തിന് സാക്ഷ്യം നൽകിയാൽ, പ്രിയപ്പെട്ട ദൈവപൈതലേ, അത് നിസ്സാരമെന്ന് വിചാരിക്കരുത്. അത് നമ്മളെ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സംഗതിയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 9-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 6:9, അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിൽ സ്വർഗം തുറക്കപ്പെടുന്ന വിവിധ ദർശനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ യോഹന്നാൻ ശ്ലീഹ വലിയൊരു വെളിപ്പെടുത്തൽ കാണുകയാണ്. ബലിപീഠത്തിനരികിൽ കണ്ട ആത്മാക്കളുടെ പ്രത്യേകത, ദൈവവചനത്തെ പ്രതി തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിൽ കാണുകയാണ്. അപ്പം നോക്കിയാൽ ജീവിതത്തിൻ്റെ സാക്ഷ്യം, അത് രക്തസാക്ഷ്യത്വമാകാം, വചനത്തിൻ്റെ സാക്ഷ്യം, ഏത് തരത്തിൽ സാക്ഷ്യം വഹിച്ചാലും അതിന് ദൈവസന്നിധിയിൽ വലിയൊരു മൂല്യമുണ്ട്. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വെളിപാടിന്റെ പുസ്തകം 12:11, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ആരുടെ മേൽ? പിശാചിൻ്റെ മേൽ. ബൈ ദ പവർ ഓഫ് ദ ഹോളി ബ്ലഡ് ഓഫ് ജീസസ്, അല്ലേ, യേശുവിൻ്റെ രക്തം. അത് മാത്രമല്ല, സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ട് പിശാചിന്റെ മേൽ വിജയം നേടി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വന്തം ജീവിതത്തിന്റെ ഒരു മാതൃക വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കമാരുടെ പുസ്തകത്തിൽ 2-ാമത്തെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 28-ാം തിരുവചനം, 2 Maccabees chapter 6:28, സംപൂജ്യവും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസാലെ ശ്രേഷ്ഠ മരണം വരിക്കേണ്ടതെന്നുള്ളതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത്. ഇത് പറഞ്ഞിട്ട് അവൻ പീഡന യന്ത്രത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വന്തം സഹോദരങ്ങൾ ഓരോരുത്തരെയും കൊല്ലപ്പെടുമ്പോൾ ഇനി ബാക്കി നിൽക്കുന്ന യുവജനങ്ങൾക്ക്, ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ മരണം വരിക്കുന്നത് നല്ലൊരു മാതൃകയായിരിക്കും, അവർക്കൊരു ധൈര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ആ പീഡനത്തെ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അതൊക്കെ അനേകർക്ക് ഈ സാക്ഷ്യ ജീവിതം ഒരുപാട് പ്രചോദനം കൊടുക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 4:2 വചനമുണ്ട്, നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു നന്മ കണ്ടാൽ ഓട്ടോമാറ്റിക് അത് മാതൃകയാക്കാൻ നമ്മുടെ മനസ്സിൽ അറിയാത്തൊരു ആഗ്രഹം തോന്നും. അങ്ങനെ ഉണ്ട്.
അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം. നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലുന്ന നമ്മുടെ മക്കൾ കാണണം. നമ്മൾ വചനം ഒരുപാട് മണിക്കൂർ ധ്യാനിക്കുന്നത് കാണണം. ഇതിനകത്തൊക്കെ ഒരു വലിയൊരു വിശ്വാസത്തിന് കൈമാറ്റമുണ്ട്, ഒരു ഫോർമേഷൻ ഉണ്ട്. മാതൃക അനേകം ജീവിതങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരും. ഞാൻ ഓർക്കാണ്, കുറവലങ്ങാട് എല്ലാ 2-ാം വെള്ളിയാഴ്ചകളിലും ഒരു സായാഹ്ന ശുശ്രൂഷയുള്ളത് നിങ്ങൾക്കറിയാം. ആ ശുശ്രൂഷയിൽ ഒരിക്കൽ ഒരു കുടുംബം വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ നല്ലതാണ്, നമുക്കത് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റോസ്ലിൻ. ഞാൻ കുറവലങ്ങാട്ടുകാരിയാണ്. പക്ഷേ എൻ്റെ 19 വയസ്സിൽ ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയതാണ്. ഇപ്പോൾ 26 വർഷമായിട്ട് ഞാൻ അമേരിക്കയിൽ താമസിക്കുകയാണ്. അപ്പോൾ 2013 എനിക്ക് എൻ്റെ യൂട്രസിലൊരു സിസ്റ്റ് വന്നു. അപ്പോൾ സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അഭിഷേകാഗ്നി കാണാറുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം കണ്ടപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് എൻ്റെ ഹസ്ബൻഡും മോനും മോളും കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വയറ് വല്ലാതെ സ്ക്വീസ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വന്നു. അപ്പോൾ കാലേ കൂടെ ഒരു എന്തോ സംതിങ് ഒരു വൈബ്രേറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. അപ്പം എനിക്ക് ഭയങ്കര ക്ഷീണം വന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ എനിക്ക് നല്ല ബ്ലോട്ടിങ് ഫീലിങ്ങും പെയിനും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വളരെ നോർമലായി. ഇപ്പോൾ 10 വർഷമായി എനിക്ക് സിസ്റ്റ് തിരിച്ചു വന്നിട്ടേ ഇല്ല. 10 വർഷമായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അഭിഷേകാഗ്നിയെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരു അടയാളം കർത്താവ് കൊടുത്തു. പിന്നെ ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടുള്ള കർത്താവ് അനുഗ്രഹിച്ചു. എൻ്റെ മോൾക്ക് വേണ്ടി കൂടെ ഞാൻ സാക്ഷ്യം പറയാം. മോളുടെ മലയാളത്തിന് വലിയ സ്പീഡില്ല, നന്നായിട്ട് മലയാളം പറയും. അപ്പം മോള് പേര് സോന, അവളിപ്പോൾ +2 കഴിഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ അഭിഷേകാഗ്നി കാണുന്ന ശീലം പിള്ളേർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടായിലച്ചനെയും ബിനോയച്ചനെയൊക്കെ വലിയ ഇഷ്ടം. ഇവർ ഒത്തിരി ചിരിച്ച് പിള്ളേരെയൊക്കെ എപ്പോഴും വിളിക്കുന്നതുകൊണ്ട് ഇവർക്ക് വലിയ ഇഷ്ടമായിരുന്നു കാണാൻ. അപ്പം ഇവള് 6th ഗ്രേഡിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവളെ പുതിയൊരു സ്കൂളിലേക്ക് മാറ്റി. ആ സ്കൂളിലെ സ്റ്റാൻഡേർഡ് പഴയ സ്കൂളിനെക്കാട്ടും കുറച്ച് അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇവൾ 6th ഗ്രേഡിൽ പഠിച്ചത് 7th ഗ്രേഡ് മാത്രം. അപ്പോൾ പ്രീ റിക്വസിറ്റ് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് കൊച്ചിനത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പം ഇവള് മുറിക്കകത്ത് കയറി തന്നെ, ഞാൻ പറയാതെ, ഈ അഭിഷേകാഗ്നി ഇങ്ങനെ കണ്ട് യൂട്യൂബിലൊക്കെ കണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കത് അറിയത്തും കൂടി ഇല്ലായിരുന്നു. കാരണം കൊച്ചിന് അറിയാം അമ്മയ്ക്ക് അങ്ങനെ ഒരു ഹീലിംഗ് കിട്ടി. ഇനിയിപ്പം എന്ത് സൊല്യൂഷൻ, എന്ത് പ്രോബ്ലം വന്നാലും അവൾ പെട്ടെന്ന് പോയി ഒരു അഭിഷേകാഗ്നി കാണും. ഒരാളുടെ ഒരു ഹീലിംഗ് വന്നപ്പോൾ വിശ്വാസം തലമുറയിലേക്ക് കയറി വരിക. അമ്മ ഒന്നും പറയാതെ തന്നെ മുകളിലേക്ക് വിശ്വാസം പകർന്നു. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും കൊച്ചു പോയി പെട്ടെന്ന് ഒരു അഭിഷേകാഗ്നി കാണും. അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് കൊച്ചിനറിയാം. അപ്പോൾ പരീക്ഷ വന്ന സമയത്ത് കൊച്ചു പരീക്ഷ എഴുതുക. കൊച്ചിന് ഭയങ്കര സ്ട്രഗിളായിരുന്നു. പക്ഷേ എല്ലാവരും ഒരു 12 o'clock ഒക്കെ ആയപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇവള് 3 മണി വരെ ഇരുന്ന പരീക്ഷ എഴുതിയിട്ട് ഞാൻ തോറ്റുപോകും. ഒരു 600-ലായിരുന്നു മാക്സിമം മാർക്ക്. അപ്പോൾ ഒരു 500 എങ്കിലും കിട്ടിയെങ്കിൽ ഇവൾക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പിന്നെ അടുത്ത കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫെയിലായി എന്നും പറഞ്ഞ് വീട്ടിൽ വന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇവൾ നോക്കിയപ്പോൾ ഇവൾക്ക് 509 ആണ്. അപ്പം ടീച്ചർ പറഞ്ഞു നീ ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഇംഗ്ലീഷിൻ്റെ മാർക്കായിരുന്നു. ഇവൾക്ക് മാത്തിന് 600 out of 600 ഫുൾ മാർക്കാണ് കിട്ടിയത്. അപ്പം അത് 6th ഗ്രേഡിൽ പഠിച്ചപ്പോൾ നടന്ന ഒരു കാര്യം. അപ്പം അമേരിക്കയിൽ നിങ്ങൾക്കറിയാം, മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് മലയാളികളൊക്കെ വളരെ കഷ്ടപ്പെടുക പിള്ളേരെ ഒരു ഭക്തിമാർഗത്തിൽ കൂടെ വളർത്തിക്കൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഇവൾ അതുപോലെ ഒരു സമൂഹത്തിലും സ്കൂളിലും ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പം പെട്ടെന്ന് കൊച്ചിലേക്ക് ഭക്തി കയറിയപ്പം അവൾക്ക് കിട്ടിയ ഭക്തി അവിടെ ഫ്രണ്ട്സിലൊക്കെ കൊടുക്കുകയും ഞങ്ങളുടെ പള്ളിയിൽ അവൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 6 മുതൽ 12 വരെ ഇവൾ ഈ അഭിഷേകാഗ്നി കണ്ടാണ് ഓരോ പരീക്ഷ എഴുതുക. ഇൻ്റലക്ച്വലി അങ്ങനെ സ്മാർട്ടായിട്ടുള്ള കുട്ടിയൊന്നും അല്ല, അവൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ 12th ഗ്രേഡിൽ ഈ ബിനോയച്ചൻ്റെ ടോക്കാകുമ്പോൾ വളരെ കുറച്ച് സമയമുള്ളൂ, പെട്ടെന്ന് കേൾക്കാമല്ലോ. അപ്പോൾ പിന്നെ അവൾ പെട്ടെന്ന് അതെടുത്ത് കേട്ടിട്ട് ആ പരീക്ഷയ്ക്കൊക്കെ ഓടിപ്പോകുന്നത് 2-3 പ്രാവശ്യം കേൾക്കും. അപ്പോൾ ഈ 12th ഗ്രേഡ് പാസ്സായപ്പോൾ എല്ലാത്തിനും ഫുൾ മാർക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പം കോളേജിൽ അപ്ലൈ ചെയ്തു. ഇപ്പം എൻജിനീയറിങ്ങിന് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ കഴിഞ്ഞ മാർക്കുള്ള ഒത്തിരി പിള്ളേരുണ്ട്. അവിടെ ഒരു വലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഞങ്ങളുടെ. അവിടെ കിട്ടാൻ വേണ്ടി എല്ലാവരും കരഞ്ഞ് പഠിച്ച് ട്യൂഷൻ എടുത്ത് പിള്ളേർ കഷ്ടപ്പെടുക. ഇവള് ജസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവക്ക് അഡ്മിഷൻ കിട്ടി. ഇതാണ് യേശയ്യ 54:13. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരൻ, നമ്മൾ ഈ സമയത്ത് പറഞ്ഞ മുഴുവൻ വചനങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടെന്നാണ് ഈ സാക്ഷ്യം. ശരിയല്ലേ? ആ ചേച്ചി പറഞ്ഞൊരു വാക്യം ശ്രദ്ധിച്ചോ? ഞങ്ങൾ അഭിഷേകാഗ്നി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാച്ച് ചെയ്യുന്ന വേറൊരു സമൂഹം അല്ലേ? അപ്പം നോക്കിയേ, ഈ അപ്പനും അമ്മയും ഈ അഭിഷേകാഗ്നി എല്ലാം കൂടി പ്രാർത്ഥിക്കുന്നത് ഈ മക്കൾ കാണും, അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് അവർക്കൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും ഇതിനകത്തെന്ന് പറഞ്ഞിട്ട് പോയി. വേറെ ആരും പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചോ, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ തന്നെ കണ്ടുപഠിക്കുകയാണ്. 600 കഴിഞ്ഞ ദിവസം ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ഇതിനുണ്ടായിരുന്നില്ല, എക്സാമിൻ്റെ അഭിഷേകം 1000-1000 സാക്ഷികൾ എന്ന് പറഞ്ഞല്ലോ, 600 ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ കുട്ടികളൊക്കെ കേൾക്കണം, യുവജനങ്ങൾ കേൾക്കണം. ഈ വലിയ അഭിഷേകം ഇതും കൂടണം, പിന്നെ ചെറിയ അഭിഷേകം അതാണ് കുഞ്ഞിട്ടൊക്കെ അതും കൂടണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആൾക്കാർ കാണണം. ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നൊന്നും വേറെ ആരും കാണിക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്, രഹസ്യത്തിൽ പ്രാർത്ഥന കേൾക്കും. അതേ സമയം തന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ മുട്ടുകുത്തി കുരിശന്റെ വഴി ചൊല്ലുന്നത്, നമ്മൾ ജാഗരണം ഇരിക്കുന്നത്, നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം, സഹോദരരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിന്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും പ്രവാചകൻ സഹിക്കാത്തതുണ്ടോ സഹോദരങ്ങളെ? ഏതെങ്കിലും പ്രവാചകന്റെ ജീവിതത്തിൽ ക്ഷമിക്കാത്തതുണ്ടോ? ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ സഹിക്കുന്നതും ക്ഷമിക്കുന്നതും ഒക്കെ നിസ്സാരമെന്നൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും. നമ്മൾ അറിയണമെന്ന് പോലുമില്ല. അതുകൊണ്ട് പ്രസംഗം ശക്തമാകണമെങ്കിൽ ജീവിതത്തിൻ്റെ സാക്ഷ്യം വരണം. ദൈവജനത്തിന് വ്യത്യാസം വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരണം. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് മൂർച്ച വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും മൂർച്ച വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സാക്ഷ്യ ജീവിതം വഴി അനേക ആത്മാക്കളെ നേടി സ്വർഗത്തിൽ പേരെഴുതാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന് 19-ാം തിരുവചനം, അവനിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി. പാലസ്തീനായിൽ യേശു നടന്നു പോയപ്പോൾ തൻ്റെ അടുത്തേക്ക് വന്ന എല്ലാ രോഗികളും കർത്താവ് സുഖപ്പെടുത്തി. അതേ കർത്താവ് ഇപ്പോൾ അനേകരെ സുഖപ്പെടുത്തുന്ന സമയമാണിത്. ഇപ്പോൾ വിശ്വാസത്തോടെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നു അവരെ മേലെല്ലാം ഇപ്പോൾ ദൈവത്തിന് ശക്തി വ്യാപരിക്കും. സംസാരിക്കാൻ തടസ്സമുള്ള കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ തക്കവിധം അവരുടെ നാവിൻ്റെ കെട്ടുകൾ ഈ സമയത്ത് കർത്താവ് അഴിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറാത്തീര വ്യാധികൾ കർത്താവ് മാറ്റും. വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ കർത്താവ് ഇപ്പോൾ നിവർത്തുന്ന സമയമാണല്ലോ ഇത്. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. അന്ധകാര ശക്തികളെ ബന്ധിക്കുന്നു, രോഗപീഠകളെ ശാസിക്കുന്നു, പൈശാചക്തികളെ ബന്ധിക്കുന്നു, രോഗമുള്ള സ്ഥലങ്ങൾ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, കുട്ടികളെ മാതാക്കൾ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. യേശുവേ, ഹല്ലേലൂയ.